മൂന്നാമത്തെ കേസായി ഇത് എടുത്തിരിക്കുന്നു. ജഡ്ജ് AM ബഷീർ വിധി പ്രസ്താവം വായിച്ചു തുടങ്ങിയിരിക്കുന്നു. വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ എന്തായിരിക്കും വിധി ഉണ്ടാകുക എന്നതാണ് നാം കാത്തിരിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ IPC 302 കൊലപാതകം, IPC 364 കൊലപാതകത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ, IPC 328 ജീവൻഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ വിഷം കൊടുക്കുക, IPC 203 അന്വേഷണത്തെ വഴിയെ തിരിച്ചുവിടാനുള്ള ശ്രമം, അതായത് തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങളാണ് ഗ്രീഷ്മയ്ക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. അതിൽ 57 സാക്ഷികളെ വിസ്തരിച്ചു. പ്രതികളോട് 259 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഷാരോണിന്റെ കുടുംബത്തെ കോടതി മുറിയിലേക്ക് ഇപ്പോൾ മജിസ്ട്രേറ്റ് തന്നെ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിധി പ്രസ്താവത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ കൂടി നമുക്ക് ഈ നിമിഷം പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാനും കഴിയും. 57 സാക്ഷികളെയാണ് ഈ നിർണായകമായ കേസിൽ വിസ്തരിച്ചത്. പ്രതികളോട് 259 ചോദ്യങ്ങൾ ചോദിച്ചു. 320 ഏറ്റവും പുതിയ വിവരങ്ങൾ കോടതി മുറിക്കുള്ളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അന്വേഷണ സംഘത്തിന് കോടതിയുടെ അഭിനന്ദനം. വിധി പ്രസ്താവം ഉടൻ എന്നുള്ളതാണ്. വിധി വായിക്കുന്നു. ഷാരോണിന്റെ കുടുംബത്തെ കോടതി മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പ്രതികളോട് 259 ചോദ്യങ്ങൾ ചോദിച്ചു. 57 സാക്ഷികളെ വിസ്തരിച്ചു. അതിസമൃദ്ധമായി അന്വേഷണ സംഘം അന്വേഷണം നടത്തിയെന്നതാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന് കോടതിയുടെ അഭിനന്ദനം.